നിർമ്മാണ രംഗത്തെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും സ്വപ്നക്കൂട്. ഈ ആഴ്ചത്തെ സ്വപ്നക്കൂടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഹാനഗരമായ കൊച്ചിയിൽ നിന്ന് മാറി, എന്നാൽ വളരെ ദൂരെ അല്ലാതെ പ്രശാന്തസുന്ദരമായ സ്ഥലത്ത് താമസിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ ഹരിത ഗാർഡൻസിലെ സ്വപ്നവിലകൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. മുളന്തുരുത്തിക്കും പിറവത്തിനുമിടയിൽ ആരക്കുന്നത്താണ് ഹരിത ഗാർഡൻസ്. വൈറ്റിലയിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ ദൂരത്താണ് ആരക്കുന്നം എന്ന പ്രദേശം. ആരക്കുന്നം ജംഗ്ഷനോട് ചേർന്നാണ് ഹരിത ഗാർഡൻസ്. ഇവിടെ പ്രശാന്തസുന്ദരമായ 65ഓളം ഏക്കറിലാണ് വില്ലകൾ നിർമ്മിച്ചിട്ടുള്ളത്. മൂന്ന് വർഷം മുമ്പ് ആരക്കുന്നത്ത് ഹരിത ഗാർഡൻസ് എന്ന് പറഞ്ഞ ഒരു വില്ല പ്രൊജക്റ്റ് തുടങ്ങുക എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ഇതേ കോമ്പൗണ്ടിൽ തന്നെയാണ് ഞാൻ വീട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈക്കോ ഫ്രണ്ട്ലി ആയിട്ട് ഫ്രഷ് വാട്ടർ, ഫ്രഷ് എയർ എന്നുള്ള ഒരു കൺസെപ്റ്റിൽ ഞങ്ങൾ തുടങ്ങാൻ പ്ലാൻ ചെയ്ത് തുടങ്ങിയതാണ് ഈ ഹരിത ഗാർഡൻസ് എന്ന് പറഞ്ഞ ഈ പ്രൊജക്റ്റ്. 45 പ്ലോട്ടുകളാണ് 10 സെൻറ്റിൻ്റെ 45 പ്ലോട്ടുകളാണ് ഇതിലുള്ളത്. ആ 45 പ്ലോട്ടുകളും നമ്മൾ വിൽക്കുകയും എല്ലായിടത്തും തന്നെ വീടുകളാകുകയും ചെയ്തു. ഇപ്പോൾ ഇതിനോട് ചേർന്ന് തന്നെ നമ്മൾ ഹരിത ഗാർഡൻസിൻ്റെ ഫേസ് 2 ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. 35 പ്ലോട്ടുകളാണ് 10 സെൻറ്റിൻ്റേത് ഉള്ളത്. 10 സെന്റ് മുതൽ മുകളിലേക്കുള്ള ഭൂമി ഇവിടെ നിങ്ങൾക്ക് വാങ്ങാം. നിങ്ങളുടെ ആഗ്രഹമനുസരിച്ചുള്ള സ്വപ്ന ഭവനം ഹരിത ഗാർഡൻസിന്റെ നിർമ്മാതാക്കളായ പള്ളിക്കമാലിൽ ബിൽഡേഴ്സ് നിർമ്മിച്ചു നൽകും. പദ്ധതിയുടെ 1ാം ഘട്ടം പൂർത്തിയായി കഴിഞ്ഞു. ഞാൻ എറണാകുളം സിറ്റിയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. വെണ്ണല ആയിരുന്നു എൻ്റെ വീട്. ഏകദേശം 5 വർഷക്കാലം ഞാൻ എറണാകുളത്ത് സിറ്റിയുടെ നടുവിൽ താമസിക്കുകയും സിറ്റിയുടെ സൗകര്യങ്ങളും അസൗകര്യങ്ങളും മനസ്സിലാക്കുകയും ചെയ്തു. ആ സമയത്താണ് ഞാൻ ഫാമിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ സ്ഥലം വാങ്ങിച്ചത്. കൂടെ ഇവിടെ വരുന്നത് വഴി എനിക്ക് ഇവിടെ സ്വന്തമായിട്ട് താമസിച്ചാൽ കൊള്ളാം എന്നൊരാഗ്രഹം തോന്നി. ചുറ്റും പച്ചപ്പോടുകൂടി ഈ ഗ്രാമപ്രദേശം സിറ്റിയിൽ നിന്ന് 19 കിലോമീറ്ററേ ഉള്ളതാനും ആ ഒറ്റ കാരണത്താൽ ഫ്രഷ് എയർ, ഫ്രഷ് വാട്ടർ എന്നുള്ള ആ ഒരൊറ്റ കൺസെപ്റ്റിലാണ് ഞാനിവിടെ വന്ന് താമസമാക്കിയത്. അതുവഴി ഇവിടെ ഒരു ഹൗസിംഗ് പ്രൊജക്റ്റ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ഉള്ളിലുള്ള ഒരു ആഗ്രഹം സഫലീകരിക്കുകയും ചെയ്തു. പത്ത് സെന്റ് മുതലുള്ള 45 പ്ലോട്ടുകളാണ് ഇവിടെയുള്ളത്. ഹരിത ഗാർഡൻസിൽ ഞങ്ങൾ 10 സെൻറ്റ് മുതൽ മേലോട്ടുള്ള സ്ഥലമേ കൊടുക്കുകയുള്ളായിരുന്നു. കാരണം 10 സെൻറ്റ് കൊടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ വീട് വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് സ്ഥലം ബാക്കി കിട്ടുകയും അവിടെ നമുക്ക് ഗ്രീനറി ക്രിയേറ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടായിരുന്നു. അതായത് ഒരു വെജിറ്റബിൾ ഗാർഡൻ അല്ലെങ്കിൽ കുറച്ച് ഫലവൃക്ഷങ്ങൾ ഇതൊക്കെ വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് 10 സെൻറ്റ് മിനിമം കൊടുക്കുക എന്നുള്ള ഒരു ഐഡിയയിൽ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്തത്. ആദ്യത്തെ ഫേസ് 1 45 പ്ലോട്ടും നമ്മൾ തന്നെയാണ് മുഴുവൻ കൺസ്ട്രക്ഷൻ നടത്തുന്നത്. ഫേസ് 2 നമ്മൾ ഇൻഡിവിജ്വൽസിന് കൺസ്ട്രക്ട് ചെയ്യാനുള്ള സൗകര്യം കൊടുക്കുന്നുണ്ട്. അവിടെയും 10 സെൻറ്റ് മുതൽ മേലോട്ടുള്ളതാണ് കൊടുക്കുന്നത്. ചെങ്കല്ല് ഉപയോഗിച്ച് കേരളീയ മാതൃകയിലാണ് കെട്ടിട നിർമ്മാണം. വാസ്തുശാസ്ത്രവും ഇവർ പിന്തുടരുന്നു. ചെങ്കല്ല് ഉപയോഗിച്ചുള്ള നിർമ്മാണമായതിനാൽ വില്ലകളിൽ ചൂട് വളരെ കുറവാണ്. കൺസ്ട്രക്ഷൻ ഞങ്ങൾ ഇവിടുന്ന് തന്നെ വെട്ടിയെടുക്കുന്ന വെട്ടുകല്ല് ഉപയോഗിച്ചിട്ടാണ്, അല്ലെങ്കിൽ ലാറ്ററൈറ്റ് സ്റ്റോൺ ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ കൺസ്ട്രക്ഷൻ നടത്തുന്നത്. അതുവഴി പ്രകൃതിയോട് കുറച്ചുകൂടെ ഇണങ്ങിയിരിക്കുകയും അകത്തെ ചൂട് സാധാരണ ചുടുകട്ടയ്ക്ക് പണിയുന്നതിനേക്കാളും കുറഞ്ഞിരിക്കുകയും ചെയ്യും. ഇതെല്ലാം തന്നെ കേരള മാതൃകയിലുള്ളതാണ്. ഇതിൽ പല വീടുകൾക്കും നടുമുറ്റത്തോട്ട് റെയിൻ വാട്ടർ വന്ന് വീഴത്തക്ക വിധത്തിൽ ഉള്ള ക്രമീകരണങ്ങളുമുണ്ട്. അപ്പോൾ നമുക്ക് അകത്ത് വീടിൻ്റെ ഉൾഭാഗത്ത് ആവശ്യത്തിന് വെളിച്ചവും
അതുപോലെ തന്നെ കാറ്റും കടന്നു ചെല്ലുന്നുണ്ട്. ഫ്രഷ് എയർ എപ്പോഴും വീടിനുള്ളിൽ കിട്ടുന്ന ഒരവസ്ഥയാണ് ഇതിനുള്ളത്. ഞങ്ങളുടെ ഡിസൈൻ ചെയ്യുന്ന ആർക്കിടെക്ട് തന്നെ വാസ്തുപ്രകാരമാണ് ഓരോ ഡിസൈനും ചെയ്തിരിക്കുന്നത്. ഏതെങ്കിലും ക്ലയൻറ്റ് അല്ലെങ്കിൽ കസ്റ്റമർ നമുക്കതിൽ ചേഞ്ചസ് വരുത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞ് ഞങ്ങൾ ആർക്കിടെക്റ്റിൻ്റെ കയ്യിൽ ഡ്രോയിങ്സ് തിരിച്ചു കൊടുക്കും, വീണ്ടും വാസ്തു കറക്ഷൻ വല്ലതും ഉണ്ടെങ്കിൽ. അല്ലാതെ തന്നെ ഏതെങ്കിലും കസ്റ്റമർക്ക് ആരെങ്കിലും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വാസ്തു കൺസൾട്ടൻറ്റുമായിട്ട് കൺസൾട്ട് ചെയ്യണമെങ്കിലും ഞങ്ങൾ ഡ്രോയിങ് കൊടുക്കും. ആ ഡ്രോയിങ് കൺസൾട്ട് ചെയ്ത് എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ ആ വ്യത്യാസം ഞങ്ങൾ അവരെ കൊണ്ട് വ്യത്യാസങ്ങൾ വരുത്താൻ ഞങ്ങൾ അനുവദിക്കുന്നതാണ്. പുതിയ കാലത്തിന്റെ ആവശ്യം തിരിച്ചറിഞ്ഞ് വീടിനൊപ്പം പച്ചക്കറിത്തോട്ടവും യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയാണ് 10 സെന്റ് സ്ഥലം നിർമ്മാതാക്കൾ നൽകുന്നത്. കൂടാതെ ഇന്നത്തെ ഏറ്റവും വലിയ സാമൂഹ്യ പ്രശ്നമായ മാലിന്യ നിർമ്മാർജ്ജനത്തിനും ഇവിടെ പ്രത്യേക സംവിധാനം ഒരുക്കിയിരിക്കുന്നു. ഇന്ന് നമ്മൾ സിറ്റിയിൽ അനുഭവിക്കുന്ന വേസ്റ്റ് ഡിസ്പോസലും പ്രശ്നങ്ങളും എല്ലാം നമുക്കെല്ലാവർക്കും മീഡിയ വഴി അറിയാവുന്നതാണല്ലോ. എന്നാൽ ഇവിടെ വേസ്റ്റ് ഡിസ്പോസലിന് ഒരു വേസ്റ്റ് റീസൈക്ലിംഗ് പ്ലാന്റ് തന്നെയുണ്ട്. ആ റീസൈക്ലിംഗ് പ്ലാന്റിൽ അവനവൻ്റെ വേസ്റ്റ് ഇടുകയാണെങ്കിൽ അത് ബയോഗ്യാസ് ആയിട്ടും അല്ലാതെ വരുന്ന വേസ്റ്റ് അത് ഓർഗാനിക് മനുവറായിട്ടും പുറത്തു വരുന്നു. ആ ഓർഗാനിക് മനുവറായിട്ട് വരുന്ന അത് ബക്കറ്റുകളിൽ കളക്ട് ചെയ്ത് ആൾക്കാർക്ക് അവനവൻ്റെ ഗാർഡനിങ്ങിന് ഉപയോഗിക്കാവുന്നതാണ്. ഇതുവഴി ഫ്രീ മനുവറും ഫ്രീ ഗ്യാസും വേസ്റ്റിൻ്റെ എല്ലാവിധ ശല്യങ്ങളും സ്മെല്ലും എല്ലാം ഈ ഹൗസിംഗ് പ്രൊജക്റ്റിൽ ഒഴിവായിട്ടുണ്ട്. പുറമേ നിന്നുള്ള കാഴ്ചയിൽ എല്ലാ വില്ലകളും ഒരുപോലെ തോന്നും. എന്നാൽ ഉപഭോക്താക്കളുടെ ആവശ്യാനുസരണമാണ് വീടിന് അകംമൂടി നൽകുക. വിപണിയിൽ ലഭ്യമായ ഏറ്റവും ഗുണമേന്മയുള്ള സാമഗ്രികൾ ഉപയോഗിച്ചാണ് ഗൃഹനിർമ്മാണമെന്ന് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നു. ഓരോ ഐറ്റവും ഒരു ക്ലയൻറ്റ് കൊട്ടേഷൻ ഫൈനലൈസ് ചെയ്യുന്ന സമയത്ത് ഓരോ ഐറ്റത്തിനും ഞങ്ങളിട്ടിരിക്കുന്ന പ്രൈസ് ഞങ്ങളതിൽ കൊടുക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, സാനിറ്ററി വെയർ ഇത്ര പ്രൈസ്, വിക്ട്രിഫൈഡ് ഫ്ലോർ ടൈൽ ഇത്ര റേറ്റ് പെർ സ്ക്വയർ ഫീറ്റ്. അങ്ങനെ ഓരോ ഐറ്റത്തിനും ഞങ്ങൾ റേറ്റ് നിശ്ചയിച്ചിട്ട് അത് എഴുതി ക്ലയൻറ്റിന് കൊടുക്കും. ക്ലയൻറ്റിന് അതിന്ന് എത്ര കൂടുതലോ കുറവോ ആക്കണോ അത് ക്ലയൻറ്റിൻ്റെ ചോയ്സാണ്. ഇൻഫീരിയർ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ വില കുറഞ്ഞതോ ഉപയോഗിക്കുകയാണെങ്കിൽ ക്ലയൻറ്റിന് ആ റിബേറ്റ് കൊടുക്കും. വില കൂടിയതോ കോസ്റ്റ്ലിയോ ആയിട്ട് ഐറ്റം നമ്മളോട് പ്രൊവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ അതിൻ്റെ വേരിയേഷൻ മാത്രം ക്ലയൻറ്റ് പേ ചെയ്താൽ മതി. അതുകൊണ്ട് ഓരോ വീട്ടിലും ക്ലയൻസിന് അതാത് ഇഷ്ടാനുസരണങ്ങൾ അനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. 2300 സ്ക്വയർ ഫീറ്റ് മുതൽ 5000 സ്ക്വയർ ഫീറ്റ് വരെയുള്ള വില്ലകൾ ഇവിടെയുണ്ട്. 1 കോടിക്ക് മുകളിലാണ് ഇവയുടെ വില. രണ്ടാം ഘട്ടത്തിൽ 10 സെന്റിന്റെ 35 പ്ലോട്ടുകളാണ് ഒരുക്കുക. ഹരിത ഗാർഡൻസ് സമ്പന്നർക്കുള്ള സംരംഭമാണെങ്കിൽ ഇടത്തരക്കാരെ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയും പള്ളിക്കമാലിൽ ബിൽഡേഴ്സ് ഒരുക്കുന്നുണ്ട്. മുളന്തുരുത്തിക്കടുത്ത് ഉടൻ ആരംഭിക്കുന്ന ഹരിത വില്ല പദ്ധതി ഈ ലക്ഷ്യം മുൻനിർത്തിയുള്ളതാണ്. 5 സെന്റിൽ 50 ലക്ഷം രൂപയ്ക്ക് 1600 സ്ക്വയർ ഫീറ്റ് വില്ലകളാണ് ഹരിത വില്ല പദ്ധതിയിൽ ഉണ്ടാകുക. അടുത്ത പ്രൊജക്റ്റ് ഇവിടെ അടുത്ത് തന്നെ മുളന്തുരുത്തിയിൽ ഇലക്ട്രോണിക് സിറ്റിക്ക് പ്രപ്പോസ്ഡ് ഇലക്ട്രോണിക് സിറ്റിയുടെ അടുത്തായിട്ട് ഹരിത വാലി എന്ന് പറയുന്ന 70 വില്ലയുള്ള ഒരു പ്രൊജക്റ്റാണ്. അതിൽ 5 സെൻറ്റ് സ്ഥലം മുതൽ മുകളിലോട്ട് നമുക്ക് കിട്ടും. അതിൽ നമ്മളുടെ ക്യാപ്ഷൻ തന്നെ 50 ലക്ഷം രൂപയ്ക്ക് സ്വന്തമായ ഒരു വില്ല എന്നുള്ളതാണ്. അതിൽ 5 സെൻറ്റ് സ്ഥലവും 1600 സ്ക്വയർ ഫീറ്റുള്ള ഒരു വില്ലയ്ക്കും ഞങ്ങൾ ചാർജ് ചെയ്യുന്ന 50 ലക്ഷം രൂപയാണ്. അത് മാർച്ച് എൻഡോടുകൂടി അല്ലെങ്കിൽ മാർച്ച് പകുതിക്ക് സെക്കൻഡ് ഹാഫോടുകൂടി ഞങ്ങൾ ലോഞ്ച് ചെയ്യുന്നതാണ്.